ഹായ്, നമസ്തേ. ഇന്ന് നമുക്ക് കൊല്ലത്തിന്റെ തലയെടുപ്പായ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൽ നിന്നും തുടങ്ങാം. ലൈറ്റ് ഹൗസിന്റെ പരിസരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി പഴയ ടെക്നോളജി ആയിട്ടുള്ള വിൻഡോയും പടിയൊക്കെ കയറി ഏറ്റവും മുകളിലത്തെ ലൈറ്റ് ഹൗസിന്റെ പ്രവർത്തന മുറിയിലുമൊക്കെ എത്തി. അവിടുന്നുള്ള കുഞ്ഞു വാതിലിലൂടെ എൻ്റെ പുറത്തേക്ക് കടന്നു. നല്ല മനോഹരമാണ്. ഒരുപാട് തവണ വന്ന് ഈ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇവിടെ നിന്നിട്ടുണ്ട്. ഈ കാണുന്ന കപ്പൽച്ചാല് കണ്ടോ? ഈ റോഡിലൂടെ നടന്ന് അങ്ങേയറ്റം പോയി കടലിന്റെ തിരമാലകളുടെ സംസാരമൊക്കെ കേട്ട് കുറച്ചു നേരം ഇരിക്കുമായിരുന്നു പണ്ട്. സൈഡിലുള്ള പാറകളിലൊക്കെ ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് ഞാൻ ഗൾഫിലേക്ക് കടന്നത്. എന്ത് ഭംഗിയാണെന്നറിയാമോ ഇതിന്റെ മുകളിൽ നിൽക്കുമ്പോൾ? നല്ല കാറ്റും പിന്നെ താഴെ ഇറങ്ങി കുറച്ച് ചിമ്പാൻസി മത്സരമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് അതിന്റെ തൊട്ടിപ്പുറത്ത് കപ്പൽച്ചാലിനടുത്തുള്ള പാർക്കിംഗ് സ്പേസ് ആണ്. 20 രൂപ കൊടുത്താണ് ഇവിടെ കയറുന്നത്. കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കടഞ്ഞും കൂടി കിടക്കുന്ന ഒരു ഗേറ്റ് കാണാം, ദ്രവിച്ച് നിൽക്കുന്നത്. അതിലേക്കൂടെ കടക്കാൻ പറ്റത്തില്ല. കടന്നു പോകുന്നവരെ ഇതിന്റെ പരിസരത്തേക്ക് വരുന്ന ആളുകളെയൊക്കെ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂരിറ്റിക്കാരനെ നിർത്തിയിട്ടുണ്ട്. പുള്ളി ഭയങ്കര സംഭവമാണ്. പാർക്കിംഗ് ഫീസ് കൊടുത്തുകൊണ്ട് ഇതിനകത്ത് കയറുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചുമ്മാ ഇവിടെ വന്ന് ഈ ഭാഗത്തുനിന്ന് നിൽക്കാം. അതേസമയം ഇതിലെ കൂടെ നടന്ന് കടലിന്റെ ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. കുറെ പേര് ചൂണ്ടയിടുന്ന ആളുകളെ മാത്രം കടത്തിവിടുന്നുണ്ട്. ബാക്കിയുള്ളവരാരും മനുഷ്യരല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ 20 രൂപ കൊടുത്ത് നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. കടലെപ്പോഴും കടലിനെ ശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കും. മനുഷ്യൻ എത്ര ശ്രമിച്ചാലും അവനവൻ ആവത്തുമില്ല, മറ്റുള്ളതിനെ അശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ വലിച്ചെറിയുന്നവയാണ് നിങ്ങൾ ഈ കാണുന്നതെല്ലാം. കണ്ടോ? ആളുകൾക്ക് വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടെ. പക്ഷേ ഇവിടെ എല്ലാം ഇത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ മാലിന്യങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണോ 20 രൂപ കൊടുത്ത്, 20 രൂപയോ 50 രൂപ എത്ര രൂപയും കണ്ടാണ് ഓർക്കുന്നില്ല, കുറച്ച് നാളായി ഈ വീഡിയോ എടുത്തിട്ട്, കൊടുത്ത് ഇതിനകത്ത് കയറേണ്ടി വരുന്നതെന്നുള്ളതാണ്. ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആളിനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ അവരെല്ലാം തണലുള്ള ഇടങ്ങളിലും വൃത്തിയായി കിടക്കുന്ന ഇടങ്ങളിലും ചൂലുകൊണ്ട് തൂത്ത് വൃത്തിയാക്കുന്നതാണ് കണ്ടത്. പക്ഷെ അവരൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഈ കാണുന്ന മാലിന്യങ്ങളെല്ലാം നീക്കി കൂട്ടി മാറ്റി മനോഹരമാക്കാൻ പറ്റുമായിരുന്നു. എല്ലാ ആളുകൾക്കും ഇവിടെ വന്നിരിക്കാൻ പറ്റിയ നല്ല ഒരു സ്പേസാണിത്. ഏതായാലും നമ്മുടെ നാടിങ്ങനായി പോയി, എന്ത് ചെയ്യാനാ.